പ്രാക്ടീസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർമ്മാതാക്കളുടെ സംഘടന ആളുകളൊക്കെ വന്ന് പ്രാക്ടീസ് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ദിവസങ്ങളില്ലല്ലോ, ദിവസം അടുത്തുകൊണ്ടിരിക്കുമ്പം എല്ലാവരും എത്തി ഓരോ ദിവസം വന്ന് ഓരോ ആളുകൾ പ്രാക്ടീസൊക്കെ നോക്കി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സുരേഷ് ഏട്ടനും രാകേഷ് ഏട്ടനും സന്ദീപ് എല്ലാവരും ഉണ്ട്. രാകേഷേട്ടാ പ്രാക്ടീസൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടോ? പിന്നെ നന്നായിട്ട് പോവല്ലേ? നന്നായിട്ട് പോവാണ്. എല്ലാ ഒരേ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി ദിവസങ്ങളില്ല. അതെ, ദിവസങ്ങളില്ല. 3 ദിവസമേ ഉള്ളൂ ഇനി ബാലൻസ്. 3 ദിവസമേ ഉള്ളൂ അല്ലേ? എങ്ങനെ കാണുന്നു നമ്മുടെ പരിപാടികൾ? ഗംഭീര പരിപാടിയായിരിക്കും. ഒരു മാറ്റവും അടിച്ചു പൊളിക്കണം നമുക്ക് അല്ലേ? അതെ, അത്ര ഇന്ന് വരെ കാണാത്ത ഷോ ഇതിടല്ലേ? അതാണ് ഏറ്റവും അതിടലെന്ന് വെച്ചാൽ അതിങ്ങനെ വേറെ കാര്യം ആലോചിക്കും ഉള്ള കാര്യം അതാണ് ഏറ്റവും വിറ്റായ. സുരക്ഷയുടെ എല്ലാവരും ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇതൊക്കെയാണ് കേട്ടോ. സുരക്ഷയുടെ പ്രാക്ടീസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് സുരക്ഷേട്ടൻ കാണുന്നത്. അത് നാളെ പ്രാക്ടീസ് തീരാറായി. നാളെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പ്രാക്ടീസൊക്കെ നേരത്തെ തുടങ്ങിയല്ലേ? നേരത്തെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും നന്നായിരിക്കും, ഷോ നന്നായിരിക്കും, നല്ലൊരു ഷോ ആയിരിക്കും, യാതൊരു സംശയം. തീർച്ചയായിട്ടും. അപ്പം നല്ല ഷോ തന്നെ ആയിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല. ഇവിടുത്തെ ഈ ഡാൻസ് റിഹേഴ്സൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എല്ലാ ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന അതിഗംഭീര ഷോ ആയിരിക്കും. വളരെ നല്ല ഷോ ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എല്ലാ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. FK എന്നുള്ളവരും വരുന്നുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിൽ സഹകരണം പോകും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് നല്ല രീതിക്ക് സഹകരിച്ച് പോകുന്ന ഇതായിട്ട് കാണുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല രീതിക്ക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇനി 3 ദിവസമാണുള്ളൂ നമുക്ക്. പിന്നെ അല്ല, അതിനു മുമ്പ് വേറെ കാര്യം പറയട്ടെ. വലിയൊരു തുകയ്ക്ക്, അതായത് $1 million ഹൈദരാലി ഇത് ടെലികാസ്റ്റ് റൈറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഷോ ആയിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുമല്ലോ. അതെ അതെ അതെ, ഗംഭീര ഷോ ആണ്. അതെ, തീർച്ചയായിട്ടും. പ്രാക്ടീസ് എല്ലാം ഫുൾ സ്വിംഗ് നടക്കുന്നു. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. 2 ദിവസം കൂടെ ഉള്ളൂ. ഖത്തറിലേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു. അതെ, സിനിമയുടെ റിലീസായതുകൊണ്ട് ഖത്തറിലേക്ക് പോകുന്നില്ല. അതൊക്കെയാലും റിലീസ് കഴിഞ്ഞിട്ട് അതെ, 8-ാം തീയതി റിലീസാണല്ലോ. ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ചുക്കാൻ പിടിച്ചിരിക്കും. ഉറപ്പായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് സിനിമ റിലീസായതുകൊണ്ടാണ് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞത്. എന്തായാലും ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായിട്ട് ഓരോ ദിവസം കഴിയുന്നവരും ഗംഭീരമായിട്ട് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് ഡാൻസിന് ഡാൻസ്, സ്കിറ്റിൻ്റെ സ്കിറ്റ് ഇങ്ങനെ വന്ന് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് നന്ദുചേട്ടനാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ ആർട്ടിസ്റ്റുകളെ ഫോണിൽ വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെയുണ്ട്. ഷോ അടിപൊളി. നമ്മൾ 2ാമത് തുടങ്ങാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് ദിവസം കുറവാണ്. പക്ഷേ ദിവസം കുറവാണെങ്കിലും പ്രതീക്ഷിച്ചേക്കാൾ ഭംഗിയായിട്ട് റിഹേഴ്സലുകൾ നടക്കുന്നു. ആർട്ടിസ്റ്റുകളെല്ലാം നന്നായി സഹകരിക്കുന്നു. ആ ഭാഗത്തുനിന്നൊരു പ്രശ്നങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തന്നെ കഴിഞ്ഞ തവണ എങ്ങനെ വന്നു അതുപോലെ തന്നെ ഗംഭീരമാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വരും, കാരണം ദിവസം കുറവായതുകൊണ്ട്. അന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു. കുറച്ച് നൈറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ തകർക്കും ഉറപ്പാ. അപ്പോൾ നമുക്ക് ഖത്തറിൽ കാണാം കേട്ടോ. ഖത്തറിൽ ഷോ കാണാം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.